Hi everyone, welcome back to Talent Academy. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ എക്സാംസിൽ, അതായത് RRB NTPC ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും RRBയുടെ തന്നെ ഓരോ എക്സാംസിന്, നമ്മുടെ RPF ആണെങ്കിലും ഓരോ എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. അതായത് വെൻ ഡയഗ്രാം ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഡയഗ്രാമിൽ നമുക്ക് 1 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ വരാറുണ്ട്. ഉറപ്പായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരാറുള്ളതാണ്. എന്നാലും 1 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ നമുക്കൊരു പോസിബിലിറ്റി പറയാം. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും റെയിൽവേ എക്സാംസിന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, എന്തായിരിക്കും ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വെൻ ഡയഗ്രാം എന്ന ടോപ്പിക്കിനുള്ളിൽ നമുക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നൊരു ബ്രീഫ് പറയുവാണെങ്കിൽ, നമ്മൾ സിലോജിസം പഠിച്ചു. അവിടെ നമ്മൾ വെൻ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്താണ് സിലോജിസം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത്. അതെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇവിടെ നമുക്ക് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്ക് കുറേ തിങ്സ് ഓർ ഓബ്ജക്ട്സ്, കുറേ റിലേഷൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഏത് വെൻ ഡയഗ്രാം സ്യൂട്ട് ആകും എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ, ഹെക്സഗൺ, പെൻറ്റഗൺ, റെക്ടാങ്കിൾ, സ്ക്വയർ, അങ്ങനെ കുറേ ഷേപ്സിനെ കമ്പൈൻ ചെയ്തിട്ട് അതിനുള്ളിൽ ഓരോ വാല്യൂസ് തന്നിട്ട് ഈ ഓരോ ഷേപ്സും ഓരോ ഫീൽഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോക്കുള്ളിൽ ചെന്ന് കാണാം. നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ എല്ലാ PSC ആസ്പിറൻസിനും വേണ്ടിയിട്ട് നമുക്കൊരു ടാലൻറ്റ് അക്കാഡമിയുടെ തന്നെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട്. മാർച്ച് 15 സാറ്റർഡേ ആണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളവർക്ക് QR കോഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിനുള്ളിലോട്ട് പോവാം. നമ്മളുടെ വെൻ ഡയഗ്രാം, ഇതിൽ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ഇലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ്, അല്ലേ? 3 വേർഡിങ്സ് തന്നിട്ടുണ്ട്, 3 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇവർക്ക് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ റിലേഷൻ എത്രത്തോളം ബെസ്റ്റായിട്ട് നമുക്ക് ഈ വെൻ ഡയഗ്രാമിൽ ഇലുസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മളുടെ ആൻസർ, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 3 ടോപ്പിക് ഓർ 3 ഹെഡിങ്സ് ഓർ 3 വേർഡിങ്സ് എന്താണ് തന്നിട്ടുള്ളത് എന്നുള്ളത് റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സ്പെക്ടക്കിൾസ്, ലെൻസ്, മിറർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 3 വേർഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, സ്പെക്ടക്കിൾസ്, ലെൻസ്, മിറർ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിലേഷൻ ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്? സ്പെക്ടക്കിൾസ്, ലെൻസ്, മിറർ. ഓക്കെ, സ്പെക്ടക്കിൾസിൽ ലെൻസ്, ഓക്കെ, ലെൻസ് വരാറുണ്ട്, ലെൻസ് വെച്ചാണ് വരുന്നതെന്ന് നമുക്ക് പറയാം. മിറർ ആണെങ്കിലോ കണ്ണാടിയാണ്, പക്ഷെ എന്നാലും അത് വേറൊരു പാർട്ടാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവർക്ക് തമ്മിലുള്ള ഒരു റിലേഷൻ വെൻ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? സ്പെക്ടക്കിൾസും ലെൻസും തമ്മിൽ സം റിലേഷൻ, അല്ലേ? സം റിലേഷൻ വരാൻ പറ്റും. പക്ഷേ മിറർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു റിലേഷൻ വരുന്ന ആളാണ്, അല്ലേ? നമ്മൾ സിലോജിസം സോൾവ് ചെയ്തത് പോലെ തന്നെയാണ്. പക്ഷേ സിലോജിസത്തിൽ നമ്മൾ ചെയ്തത് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്തിട്ട് നമ്മളൊരു വെൻ ഡയഗ്രാം വരയ്ക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 3 വേർഡിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തി വെൻ ഡയഗ്രാമായിട്ട് നമ്മൾ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ നോക്കിയേ, സ്പെക്ടക്കിളിൻ്റെ സം പാർട്ട് എന്തെടുക്കാം നമുക്ക്? ലെൻസിൻ്റെ സം പാർട്ട് സ്പെക്ടക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലെൻസ് നമുക്ക് സ്പെക്ടക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെൻസ് മൊത്തത്തിൽ സ്പെക്ടക്കിളായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ലെൻസ് മൊത്തം, അതായത് ലെൻസ് എന്ന് പറയുന്ന എല്ലാ സംഭവവും സ്പെക്ടക്കിളിൽ മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ലെൻസിൻ്റെ സം പാർട്ട് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. പക്ഷേ മിററിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് ഒരു സംഭവമായിട്ടേ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വെൻ ഡയഗ്രാം കറക്റ്റ് നമുക്ക് പറയുന്നതിന് ഈ ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ഇലുസ്ട്രേറ്റ് ചെയ്ത് വരുന്ന ഒരു വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കത് ഏതാണ്? തേർഡ് ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് ലെൻസും ഇത് സ്പെക്ടക്കിളും എന്ന് എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും ഇവിടെ? നമുക്ക് മിററാണ്. പ്രത്യേകിച്ച് മിററിനെ പ്രത്യേകിച്ച് കൊടുത്തു. ഓക്കെ അല്ലേ? ഈ ഡയഗ്രാം ഒരിക്കലും വരത്തില്ല. ഇതിൽ മേ ബി ആർക്കെങ്കിലും ആൻസർ വന്നിട്ടുണ്ടാവാം, പക്ഷേ ഇതെന്തുകൊണ്ട് വരത്തില്ല? ലെൻസ് എന്ന് പറയുന്നത് മൊത്തം സ്പെക്ടക്കിളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷനാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ കണ്ടല്ലോ, ഇനി സെക്കൻഡ് ടൈപ്പാണ്. ഇതിനു മുമ്പ് ഓക്കെ, ഫസ്റ്റ് ടൈപ്പിൽ ഇനി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് നമുക്കിപ്പോൾ കൂടുതൽ ഈ പറയുന്ന ടൈപ്പ് അങ്ങനെ വലുതായിട്ട് ചോദിക്കാറില്ല. പറയുന്ന ഡയഗ്രാം തന്നിട്ടുള്ള ടൈപ്പ് തന്നെയാണ് നമുക്ക് കൂടുതൽ ചോദിക്കാറുള്ളത്. എന്നാലും ഈ പറയുന്ന റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസിൽ ഇതിലൊരു എക്സ്പ്ലനേഷൻ, വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ നോക്കിയേ, മദർ, വിമൺ, ആർമി ഓഫീസർ.
എങ്ങനെയാടാ വെൻ ഡയഗ്രാത്തിൽ ഇലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാ എടുക്കാൻ പറ്റുക, വെൻ ഡയഗ്രാം എങ്ങനെയാ കൊടുക്കാൻ പറ്റുക? നോക്കിയേ, മദർ, വിമൺ, ആർമി ഓഫീസർ അല്ലേ? ആർമി ഓഫീസർ, ആർമിയിലുള്ള ഒരു ഓഫീസർ. മദർ, വിമൺ, ആർമി ഓഫീസർ. അപ്പൊ എങ്ങനെ കൊടുക്കാൻ പറ്റും? മദേഴ്സ് എന്ന് പറയുന്നത് വിമൺ എല്ലാം മദറിന്റെ കാറ്റഗറിയിൽ വരത്തില്ലേ? ഇപ്പൊ വുമൺ ആയിട്ടുള്ളവർ മാത്രമല്ലേ മദർ ആയിട്ട് വരത്തുള്ളൂ? ആണുങ്ങളെ മദർ എന്ന് പറയാൻ പറ്റൂ? ഇല്ല, ഫാദർ എന്നല്ലേ പറയാൻ പറ്റൂ? അപ്പൊ വിമൺ, മദർ എന്താവും? ഒന്നിനുള്ളിൽ ഒന്ന് എടുക്കാൻ പറ്റും അല്ലേ? വിമൺ. അപ്പൊ മദർ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? വിമൺ ആണെന്ന് എടുക്കാൻ പറ്റും. ഇനി എന്ത് കൊടുക്കാടാ? ആർമി ഓഫീസർ. ആർമി ഓഫീസർ എന്ന് പറയുന്നത് ഈ പറയുന്ന വിമണും മദറും ഇവരിൽ ആർക്ക് വേണമെങ്കിലും ആർമി ഓഫീസർ ആയിക്കൂടെ? ആകാം. അപ്പൊ ഇവരെ എല്ലാം കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ സമ്മ ആൾക്കാർക്ക് വേണമെങ്കിൽ ആർമി ഓഫീസർ ആകാം. അപ്പൊ ഇങ്ങനെയായിരിക്കണം റിലേഷൻ വരിക അല്ലേ? ഇൻ കേസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളുടെ ആൻസർ ഇല്ല, ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ വേറൊരു ഓപ്ഷൻ എന്തായിരിക്കും പോസിബിലിറ്റി? ഒരുപാട് പോസിബിലിറ്റിക്ക് വരയ്ക്കാം അല്ലേ? വിമൺ, മദർ, ആർമി ഓഫീസേഴ്സ് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷനിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ആൻസർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ട് എടുക്കാം. ഇൻ കേസ് ഈ ഓപ്ഷൻ നമ്മളുടെ ആൻസർ കീയിൽ ഇല്ലെങ്കിൽ, ഈ 4 ഓപ്ഷൻസിൽ ഈ ആൻസർ നമുക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൻസർ എങ്കിലും ഉണ്ടാവും. മദർ, വിമൺ, ആർമി ഓഫീസർ ഇങ്ങനെ ഒരു ആൻസർ എങ്കിലും ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. പെൻ, പെൻസിൽ, സ്റ്റേഷനറി ഇതെങ്ങനെ കൊടുക്കൂടാ? ഇതെങ്ങനെ കൊടുക്കും? പെന്ന്, പെൻസിൽ, സ്റ്റേഷനറി എങ്ങനെ കൊടുക്കാൻ പറ്റും? പെന്നും പെൻസിലും സ്റ്റേഷനറി ഐറ്റംസ് ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ പെന്നും പെൻസിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ട് എഴുതാൻ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റൂ? പെന്നും പെൻസിലും സ്റ്റേഷനറി ഐറ്റംസിനുള്ളിൽ വരുന്നതാണ്. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിന് ഒറ്റ ഡയഗ്രാമേ ഉള്ളൂ, ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് പെന്നാണെങ്കിൽ ഇത് നമുക്ക് പെൻസിലാണ്. ഇതെല്ലാം തന്നെ എന്തിനുള്ളിൽ വരുന്നു? സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാമെങ്കിൽ ഒരു ലാസ്റ്റ് 1 എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. എന്താ പറയാ? ഓക്കെ. പാരറ്റ്, ബാഡ്, ലയൺ എങ്ങനെയായിരിക്കും ഇവിടെ ഡയഗ്രാം വരിക? എങ്ങനെയായിരിക്കും? പാരറ്റ് എന്ന് പറയുന്നത് ഒരു ബാഡ് ആണോ? ബാഡ് ആണ്. ലയൺ ബാഡിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ പാരറ്റിനോട് ലയണിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. കോമൺ ആയിട്ട് നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ പാരറ്റ് എന്താണ്? ബാഡിനുള്ളിലാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ലയൺ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ലയണിനെ കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു 4-5 എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ടൈപ്പ് 1 വെൻ ഡയഗ്രാമിലെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഫോർമാറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. ഇവിടെ എന്താ? ഡയഗ്രാംസ് തന്നിട്ടുണ്ടാവും, അവിടെ നിന്ന് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഇൻ ദ ഫോളോയിങ് വെൻ ഡയഗ്രാം ദ ട്രയാങ്കിൾ സ്റ്റാൻഡ്സ് ഫോർ പ്ലേയേഴ്സ്. അപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് പ്ലേയേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അടുത്തെന്താ പറയുന്നത്? ദ ഹെക്സഗൺ സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻസ്. അപ്പൊ ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പ് ഇന്ത്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ട്രയാങ്കിൾ, പ്ലേയേഴ്സ്, ഹെക്സഗൺ, ഇന്ത്യൻസ്. അടുത്തെന്താ? ആൻഡ് ദ റെക്ടാങ്കിൾ സ്റ്റാൻഡ്സ് ഫോർ ബോയ്സ്. അപ്പൊ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് ബോയ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദ ഗിവൺ നമ്പേഴ്സ് റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കാറ്റഗറി. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ഈ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള പേഴ്സൺസിനെ റെപ്രസെന്റ് ചെയ്യും അല്ലേ? നോക്കിയേ, ഇതായിരിക്കും നമ്മളുടെ ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ഡയറക്ഷൻസിൽ നമുക്ക് ഈ ഡയഗ്രാമിലെ ഓരോ ഷേപ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നും അതിനുള്ളിൽ വരുന്ന ഓരോ നമ്പേഴ്സും എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴോ ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്പിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. നോക്കിയേ, ഓരോന്നായിട്ട് നമുക്ക് എടുത്തെഴുതാം. ട്രയാങ്കിൾ സ്റ്റാൻഡ്സ് ഫോർ പ്ലേയേഴ്സ്. അപ്പൊ എന്തെഴുതും ഞാൻ? ട്രയാങ്കുലർ ഷേപ്പ് എടുക്കും. ഇത് പ്ലേയേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തോ, ഹെക്സഗൺ സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻസ്. അപ്പൊ ഹെക്സഗൺ ഷേപ്പ് ഇന്ത്യൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തോ, റെക്ടാങ്കിൾ സ്റ്റാൻഡ്സ് ഫോർ ബോയ്സ്. അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പ് ബോയ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൊത്തം 3 ഷേപ്സ് അല്ലേ ഉള്ളൂ? ട്രയാങ്കിൾ, ഹെക്സഗൺ, റെക്ടാങ്കിൾ. ഇത്രയും ഷേപ്സ് അല്ലേ നമുക്കുള്ളൂ? ഓക്കെ. അത് 3ഉം എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഹെക്സഗൺ ഇന്ത്യൻസ് ആണ്, കറക്റ്റ് അല്ലേ? ഹെക്സഗൺ ഇന്ത്യൻസ് ആണ്, ട്രയാങ്കിൾ പ്ലേയേഴ്സ് ആണ്, റെക്ടാങ്കിൾ ബോയ്സ് ആണ്.
കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അവിടെ അടുത്തത് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ ഇതിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കുന്നത്? ഹൗ മെനി ഇന്ത്യൻസ് ആർ പ്ലേയേഴ്സ് ബട്ട് നോട്ട് ബോയ്സ്? ഹൗ മെനി ഇന്ത്യൻസ് ആർ പ്ലേയേഴ്സ് ബട്ട് നോട്ട് ബോയ്സ്? അപ്പൊ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ഈ ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം, നമ്പേഴ്സ് റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കാറ്റഗറി അല്ലേ? അപ്പോൾ ആ ഓരോ ഷേപ്സിനുള്ളിലുള്ള നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന നമ്പറിനുള്ളിൽ വരുന്ന പേഴ്സൺസ് ഒക്കെ എന്താണ്? എല്ലാവരും തന്നെ പ്ലേയേഴ്സ് ആണ് അല്ലെ? ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് പ്ലേയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പിനുള്ളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? ആ നമ്പേഴ്സ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്ലേയേഴ്സ് അല്ലെ? പ്ലേയേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ളത്. ദെൻ ഈ റെക്ടാങ്കിൾ ഷേപ്പിനുള്ളിൽ വരുന്നതോ ബോയ്സിന് അല്ലെ? നമ്പർ ഓഫ് ബോയ്സ്. ഇനി ഹെക്സഗൺ ഷേപ്പ് ആണെങ്കിലോ നമ്പർ ഓഫ് ഇന്ത്യൻസ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലം ഇനി നോക്കിയാൽ ഈ 8 ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നതല്ലേ? റെക്ടാങ്കിളും ഹെക്സഗണും ട്രയാങ്കിളും കോയിൻസൈഡ് ആവുന്ന ഒരു സ്ഥലം അല്ലെ? ഈ 8 എന്ന് പറയുന്ന നമ്പർ എന്തിനെയായിരിക്കും അപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് മൂന്നിലും കോമൺലി ഉള്ള ബോയ് ആണ്, പ്ലെയർ ആണ്, ഇന്ത്യൻ ആണ് അല്ലേ? കറക്റ്റ് അല്ലേടാ? ചിന്തിച്ചു നോക്കിയേ. ഹെക്സഗൺ ഷേപ്പ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യൻസിനെയാണ്, ട്രയാങ്കിൾ ഷേപ്പ് പ്ലേയേഴ്സിനെയാണ്, റെക്ടാങ്കിൾ ഷേപ്പ് ബോയ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ മൂന്നും കൂടെ കമ്പൈൻഡ് ആയി വരുന്ന ഒരു സ്പേസ്, ഈ സ്പേസിൽ വരുന്ന നമ്പർ കോയിൻസൈഡ് ആയി വരുന്ന ഈ സ്പേസിൽ വരുന്ന ഒരു നമ്പർ 8 എന്ന് പറയുന്ന ഈ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാടാ? അപ്പൊ നമുക്ക് 8 എന്ന് പറയുന്ന ഈ നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് മൂന്നിലും കോമൺ, അതായത് പ്ലെയർ ആണ്, അയാൾ തന്നെ. ഈ 8 പേരും പ്ലേയേഴ്സ് ആണ്, അവര് ബോയ്സ് ആണ്, അവര് ഇന്ത്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലോജിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, ഹൗ മെനി ഇന്ത്യൻസ്? അപ്പൊ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അയാൾ എവിടെ വരണം? ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പിനുള്ളിൽ വരണ്ടേ? ഹൗ മെനി ഇന്ത്യൻസ് ആർ പ്ലേയേഴ്സ് ബട്ട് ആർ നോട്ട് ബോയ്സ്? അപ്പോൾ ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പിൽ ആള് വരണം, ഈ നമ്പർ വരണം. ദെൻ അടുത്ത് എന്താണ്? ആർ പ്ലേയേഴ്സ് ബട്ട് നോട്ട് ബോയ്സ്. അപ്പൊ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പിലും വരണം. അപ്പം ഹെക്സഗണും ട്രയാങ്കിളും ഇന്റർസെക്റ്റ് ആയി വരുന്ന സ്ഥലത്ത് വരണം. ദെൻ പക്ഷെ എന്താവാൻ പാടില്ല? നോട്ട് ബോയ്സ്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെടുക്കേണ്ട കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ, ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. എക്സാക്ട്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടെ ഈ ഭാഗം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെടുക്കണം, നോട്ട് ബോയ്സ്. അപ്പൊ നോട്ട് ബോയ്സ് എന്ന് പറയുമ്പോൾ ബോയ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പൊ ട്രയാങ്കിളും ഹെക്സഗണും ഇന്റർസെക്റ്റ് ആകണം, പക്ഷെ അവിടെ റെക്ടാങ്കിളിന്റെ ഒരു സാന്നിധ്യം വരാൻ പാടില്ല. അപ്പൊ റെക്ടാങ്കിൾ അവിടെ വരരുത്. അപ്പൊ നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിളും ഹെക്സഗണും ഇന്റർസെക്റ്റ് ആയി വരുന്ന സ്ഥലം ഇത്രയാണ് അല്ലെ? ട്രയാങ്കിളും ഹെക്സഗണും കൂടെ വേറൊരു കളർ യൂസ് ചെയ്യാം. ഓക്കെ, ട്രയാങ്കിളും ഹെക്സഗണും കൂടെ ഇന്റർസെക്റ്റ് ആയി വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഏതാടാ? ഇത്രയും ഭാഗമാണ് അല്ലെ? ഇത്രയും ഭാഗത്താണ് നമുക്ക് ട്രയാങ്കിളും ഹെക്സഗണും കൂടെ ഇന്റർസെക്റ്റ് ആയി വരുന്നത്. പക്ഷെ അവിടെ നോട്ട് ബോയ്സ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എന്ത് വരാൻ പാടില്ല? റെക്ടാങ്കിളിന്റെ സ്ഥാനത്യം വരാൻ പാടില്ല. അപ്പൊ റെക്ടാങ്കിൾ വരുന്ന ഈ സ്ഥാനം നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം. ബാക്കി നോക്കിയേ, ഏതേ ഉള്ളൂ 10 എന്ന് പറയുന്ന നമ്പർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ? ഓപ്ഷൻ 3 10 ആണ്. ക്ലിയർ ആണോടാ? എടുത്തത് ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു നോക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ, കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഒന്നുമല്ല, ഈസിയാണ് ഈ ടോപ്പിക്ക്, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഹെക്സഗൺ നമുക്ക് എന്താ? ഇന്ത്യൻസ് ആണ്. ട്രയാങ്കിൾ നമുക്ക് പ്ലേയേഴ്സ് ആണ്. ദെൻ റെക്ടാങ്കിൾ നമുക്ക് ബോയ്സ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ആയിരിക്കണം, പ്ലെയർ ആയിരിക്കണം. അപ്പം ഇന്ത്യനും പ്ലെയറും ആണെങ്കിൽ ഹെക്സഗണും ട്രയാങ്കിളും വരണം, ബട്ട് നോട്ട് ബോയ്സ്. ബോയ് ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പൊ എന്താവത്തില്ല? റെക്ടാങ്കിൾ ഷേപ്പ് വരുന്ന സ്ഥലം എന്തായാലും വരത്തില്ല. ബാക്കി ട്രയാങ്കിളും ഹെക്സഗണും ഒരുമിച്ച് വരുന്നത് ഈ 10 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പോൾ ഓപ്ഷൻ 3 10 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫോളോയിങ് ഫിഗർ സ്ക്വയർ റെപ്രസെന്റ് ചൈനീസ്. റീഡ് ചെയ്തതാണ്, അതായത് ഡയറക്ഷൻസ് റീഡ് ചെയ്യാണ്. സ്ക്വയർ ചൈനീസ്, ദെൻ ട്രയാങ്കിൾ റെപ്രസെന്റ് ഡാൻസേഴ്സ്, ട്രയാങ്കിൾ ഷേപ്പ് ഡാൻസേഴ്സിനെ, സർക്കിൾ റെപ്രസെന്റ്സ് മെയിൽ, സർക്കിൾ ഷേപ്പ് മെയിൽ ആണ്, ആൻഡ് റെക്ടാങ്കിൾ റെപ്രസെന്റ്സ് ആർക്കിടെക്ട്. ഓക്കെ, റെക്ടാങ്കിൾ ഷേപ്പ് ആർക്കിടെക്ട്സിനെയാണ്. വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെന്റ്സ് ഡാൻസേഴ്സ് ഹു ആർ മെയിൽസ്? ഡാൻസേഴ്സ് ഹു ആർ മെയിൽസ്. ഓക്കെ, നമുക്ക് അതിന് മുമ്പേ ഡയഗ്രാം കണ്ടാലല്ലേ ബാക്കി പറയാൻ പറ്റൂ. ഓക്കെ, ഡാൻസേഴ്സ് ഹു ആർ മെയിൽസ് എന്നാണെങ്കിൽ എന്തെടുത്താൽ മതി? ഡാൻസേഴ്സിന്റെയും മെയിലിന്റെയും ഷേപ്പ് ഏതാന്നുള്ളത് മാത്രം എടുത്താൽ പോരെ? ബാക്കി എല്ലാം കൂടെ കൂട്ടിക്കുഴക്കണോ? വേണ്ട. അപ്പൊ ഡാൻസേഴ്സ് എന്ന് പറയുന്നത് ഏത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ് റെപ്രസെന്റ്സ് ഡാൻസേഴ്സ് ആണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് ഡാൻസേഴ്സ് എന്ന് പറയുന്നത്.
അടുത്തോ മെയിൽ റെപ്രസെൻസ്. മെയിൽ എന്ന് പറയുന്നത് ഏത് ഷേപ്പാ? സർക്കിൾ ഷേപ്പ് റെപ്രസെൻസ് മെയിൽ ആണ് അല്ലേ? സർക്കിൾ ഷേപ്പ് ആണ് നമുക്ക് മെയിൽ എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പൊ എന്താവും? സർക്കുലർ ഷേപ്പ് എടുക്കുവാണെങ്കിലോ? ഓക്കെ, സർക്കിൾ ഷേപ്പ് എടുക്കുവാണെങ്കിലോ? സർക്കിൾ റെപ്രസെൻസ് മെയിലാണ്. അപ്പൊ സർക്കുലർ ഷേപ്പ് മെയിലാന്ന് എടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെൻസ് ഡാൻസേഴ്സ് ഹു ആർ മെയിൽ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഡാൻസർ മെയിൽ ആയിരിക്കണം, ഡാൻസറോ ആയിരിക്കണം, അവര് തന്നെ എന്തായിരിക്കണം? മെയിൽ ആയിരിക്കണം. മെയിൽ ഡാൻസേഴ്സ് അല്ലെ? ഡാൻസേഴ്സ് ഹു ആർ മെയിൽസ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണടാ? ട്രയാങ്കിളും സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പാർട്ട്. അപ്പൊ നോക്കിയേ, ട്രയാങ്കിളും സർക്കിളും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പാർട്ട് ഏതാ? ഇത്രയും പാർട്ടല്ലേ? ട്രയാങ്കിൾ സർക്കിളിനുള്ളിൽ വരുന്ന ഷേപ്പ് ഇത്രയും സ്ഥാനം വരും. അപ്പൊ അവിടെ വരുന്ന അൽഫബറ്റ്സ് എന്തൊക്കെയാണ്? FEG. കറക്റ്റ് ആണോ? FEG ആണോ വരുന്നത്? അതെ, നമ്മളുടെ ഡാൻസേഴ്സും മെയിൽസും കൂടെ ഇന്റർസെക്റ്റ് ആയി വരുന്ന സ്ഥലം. അവിടെ എന്താ ആൽഫബറ്റ്സാ വരുന്നത്? G വരുന്നുണ്ട്, E വരുന്നുണ്ട്, F വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ? GEF. ഓപ്ഷൻ ഡി, GEF. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ എക്സ്പ്ലനേഷന് മുമ്പേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നോക്കാം. ഓക്കെ, ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ്സ് ബേക്കേഴ്സ്. അപ്പൊ ട്രയാങ്കിൾ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബേക്കേഴ്സിനെ. ദെൻ അടുത്തോ സ്ക്വയർ റെപ്രസെന്റ്സ് ടീച്ചേഴ്സ്. ഓക്കെ, സ്ക്വയർ ടീച്ചേഴ്സിനെയാണ്. ദെൻ സർക്കിൾ റെപ്രസെന്റ്സ് അമേരിക്കൻസ്. ഓക്കെ, സർക്കിൾ അമേരിക്കൻസിനെയാണ്. കഴിഞ്ഞ ക്വസ്റ്റിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ മിസ്സേ, ബാക്കി ഈ പറയുന്ന റെക്ടാങ്കിളും ബാക്കി ഷേപ്സ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, റെക്ടാങ്കിളും ബാക്കി സ്ക്വയറും ഒക്കെ, ഇതൊന്നും കൺസിഡർ ചെയ്തില്ലല്ലോ. ആവശ്യമില്ല, എനിക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചാൽ അത് മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ മതിയല്ലോ അല്ലെ? ആവശ്യമില്ല. ഇനി നമ്മുടെ എക്സാമിന് വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞു 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. അത് 2 വെൻ ഡയഗ്രാമിൽ നിന്നായിരിക്കത്തില്ല, മാക്സിമം ഒരു വെൻ ഡയഗ്രാമിൽ നിന്ന് തന്നെ. അതായത് ഇതുപോലെ ഒരു വെൻ ഡയഗ്രാം തരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും 2 ക്വസ്റ്റ്യൻ ചോദിക്കുക. ആദ്യം ചോദിച്ചില്ലേ ക്വസ്റ്റ്യൻ, അതുപോലെ ഇവിടെ ഇരിക്കും. ദെൻ ഇനി കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് എവിടെയെങ്കിലും മിക്സഡ് ആണല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്താവും? ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എഗെയിൻ കൊടുത്ത് അവിടെ നിന്നും വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അവിടെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം എടുക്കുക, അവിടെ നിന്ന് ആൻസർ കണ്ടുപിടിക്കും. ഇത് എക്സാമിൽ നിന്ന് വരയ്ക്കണോ? ഇനി അതുകൂടെ പറഞ്ഞില്ല. വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ റഫ് ഷീറ്റിൽ ഇരുന്ന് വരച്ചാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, ബൈ സ്ക്രീൻ നോക്കുമ്പോൾ, നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ മെയിൽ എന്ന് പറയുന്ന സർക്കിൾ ആണെന്നും ഡാൻസേഴ്സ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണെന്നുള്ളത് നമ്മളുടെ മൈൻഡിൽ പോവുക. ദെൻ അത് മാത്രം വെച്ച് നോക്കുക, ആൻസർ ചെയ്യുക. ഇവിടെ എനിക്ക് എഴുതാൻ സൗകര്യമുണ്ട് അല്ലേ? എൻ്റെ ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്ക് എഴുതാൻ പറ്റും, സോ ഞാൻ എഴുതുന്നു. അങ്ങനെയല്ല നമുക്ക് എക്സാമിന് പോകുമ്പോൾ സ്ക്രീനാണ്. അപ്പോൾ ബൈ സ്ക്രീൻ നോക്കുമ്പോൾ ജസ്റ്റ് ഓർമ്മ വെച്ച് തിങ്ക് ചെയ്യുക, സർക്കിളും ട്രയാങ്കിളും മാത്രം, അവിടെ ഇന്റർസെക്റ്റ് ആയി വരുന്ന സാധനങ്ങൾ മാത്രം. ഓക്കെ അല്ലേ? അതാ ഞാൻ ഇവിടെ ഒന്നാമത്തെ സർക്കിളും ട്രയാങ്കിളും മാത്രം കൺസിഡർ ചെയ്ത് പറയാനും കാര്യം ബാക്കി എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് എന്തിനാ കുഴക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ. ഓക്കെ, ഇവിടെ ആൻഡ് ദ റെക്ടാങ്കിൾ റെപ്രസെന്റ് മദേഴ്സ്. ഓക്കെ, റെക്ടാങ്കിൾ മദേഴ്സ് ആണ്. വിച്ച് ലെറ്റർ ഓർ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെന്റ്സ് ദി മദർ? ഓക്കെ, എന്താ ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ട് ആണ് അല്ലേ? വിച്ച് ലെറ്റർ ഓർ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് represents the mothers who are neither Americans nor backers. എന്താ നമ്പർ ഒരു ലെറ്റർ ആവാം ഓർ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആവാം. എന്ത് റെപ്രസെന്റ് ചെയ്യണം? മദേഴ്സ് ആയിരിക്കണം. മദേഴ്സ് ഹു ആർ നെയ്തർ അമേരിക്കൻസ് നോർ ബാക്കേഴ്സ്. അപ്പൊ മദേഴ്സ് എന്ന് വരുന്നത് ഏതാണെന്ന് ആദ്യം നോക്കണം അല്ലേ? മദേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഡയഗ്രാമാ? ഓക്കെ, റെക്ടാങ്കിൾ റെപ്രസെന്റ്സ് മദർ. അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് മദർ ആണ്. അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പ് ഇവിടെ ഇരിക്കുന്നു, ഇതാണ് നമുക്ക് മദർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റെക്ടാങ്കിൾ റെപ്രസെന്റ് മദർ. അടുത്തെന്താ? മദേഴ്സ് ഹു ആർ നെയ്തർ അമേരിക്കൻസ് നോർ ബേക്കേഴ്സ്. ഓക്കെ, റെക്ടാങ്കിൾ ഷേപ്പ് എടുത്തു, അമേരിക്കൻസും ബേക്കേഴ്സും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബേക്കേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് ബേക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തോ ബേക്കേഴ്സ് അമേരിക്കൻസ്. അമേരിക്കൻസ് എവിടെയാ? അമേരിക്കൻസ് ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? സർക്കിൾ ഷേപ്പ്. അപ്പൊ സർക്കിൾ ഷേപ്പ് നമുക്ക് അമേരിക്കൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ ക്ലിയർലി റീഡ് ചെയ്യുക. എന്താ പറയുന്നത്? മദേഴ്സ് ഹു ആർ നെയ്തർ അമേരിക്കൻസ് നോർ ബേക്കേഴ്സ്. അമ്മമാരാണ്, പക്ഷെ അവര് അമേരിക്കൻസും ആവാൻ പാടില്ല, നെയ്തർ അമേരിക്കൻസ് നോർ ബേക്കേഴ്സ്. എന്താ? അമേരിക്കൻസ് ആവാനും പാടില്ല, ബേക്കേഴ്സും ആവാൻ പാടില്ല അല്ലെ? അപ്പൊ മദേഴ്സ് ആണ്, നെയ്തർ അമേരിക്കൻസ് നോർ ബേക്കേഴ്സ്. നോക്കിയേ, മദേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ഷേപ്പാണ്. മദേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ഷേപ്പാണ്, പക്ഷെ അവര് ബേക്കേഴ്സും അമേരിക്കൻസും ആവാൻ പാടില്ലല്ലോ. അപ്പൊ സ്ക്വയർ ഷേപ്പ് വരുന്ന പാർട്ട് നമുക്ക് വേണ്ട. അടുത്ത് എന്ത് വേണ്ട? സർക്കിൾ. അമേരിക്കൻസ് എന്ന് പറഞ്ഞ സർക്കിൾ ഷേപ്പ് വരുന്ന പാർട്ട് നമുക്ക് വേണ്ട. ബാക്കി നോക്കിയേ, ഇനി ആരാ മദേഴ്സിൽ വരിക? ഇത് രണ്ടും അല്ലാത്ത മദേഴ്സ് ആരൊക്കെയാ? ഇയും എഫും. ഇത് രണ്ടും അല്ലാത്ത അമ്മമാർ ആരൊക്കെയാ?
ഇ എഫ് അല്ലേ? ഈ ഓക്കെ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ പോരെ. അവർ ബേക്കേഴ്സ് ആവാൻ പാടില്ല, അമേരിക്കൻസ് ആവാൻ പാടില്ല. അപ്പം ഞാൻ ഈ 2 ഷേപ്പ് ഞാൻ അങ്ങ് വെട്ടിക്കളഞ്ഞു, ക്യാൻസൽ ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഈ ഷെയ്ഡഡ് പോർഷൻ എനിക്ക് വേണ്ട. ബാക്കി ഈ റെക്റ്റാങ്കിൾ ഷേപ്പിനുള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന എന്താണോ അത്രയും മാത്രം എനിക്ക് എടുത്താൽ മതി. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത് എനിക്ക് ഇയും എഫും ആണ്. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ 2 ഇ ആൻഡ് എഫ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോടാ? ഇയും എഫും ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നോക്കിയേ, സെയിം കുറേ ഡയറക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? കുറേ റൂൾസും ഡയറക്ഷൻസും തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാടാ? ആക്ടേഴ്സിനെയാണ്. ട്രയാങ്കിൾ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ടേഴ്സിനെയാണ്. അടുത്തോ സ്ക്വയർ റെപ്രസെൻറ്റ് പ്രൊഫസേഴ്സ്. സ്ക്വയർ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രൊഫസേഴ്സിനെയാണ്. സ്ക്വയർ ഷേപ്പ് പ്രൊഫസേഴ്സിനെയാണ്. ദെൻ സർക്കിൾ റെപ്രസെൻറ്റ് ഇന്ത്യൻസ്. അപ്പോൾ സർക്കിൾ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യൻസിനെയാണ്. അപ്പോൾ സർക്കിൾ ഷേപ്പ് എടുത്തു, റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യൻസിനെയാണ്. ആൻഡ് ദ റെക്ടാങ്കിൾ റെപ്രസെൻറ്റ് ഫാദേഴ്സ്. റെക്ടാങ്കിൾ ഷേപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫാദേഴ്സിനെയാണ്. ദെൻ വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെൻറ്റ്സ് ഇന്ത്യൻസ് ഹു ആർ എയ്തർ പ്രൊഫസേഴ്സ് ഓർ ഫാദേഴ്സ്. അവർ ഒന്നുകിൽ പ്രൊഫസേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്താവാം? ഫാദേഴ്സ് ആവാം. ഇന്ത്യൻസ് എയ്തർ എന്ന് പറയുമ്പോൾ 2-1 അല്ലേ? 2-ൽ ഏതെങ്കിലും ഒന്നേ ആവാൻ പാടുള്ളൂ. ഒന്നുകിൽ അവർ പ്രൊഫസേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഫാദേഴ്സ് ആയിരിക്കണം, ഇന്ത്യൻസ് അല്ലേ? അപ്പൊ നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാ? ഇന്ത്യൻസ് റെപ്രസെന്റ് ചെയ്യുന്നതും പ്രൊഫസേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതും ഫാദേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷേപ്സ് മാത്രം എടുത്താൽ മതി. നോക്കിയേ, ഇന്ത്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷേപ്പ് ഏതാ? സർക്കിൾ റെപ്രസെന്റ്സ് ഇന്ത്യൻസ്. അപ്പൊ സർക്കിൾ ഷേപ്പ് നമുക്ക് എന്തെടുക്കാം? ഇന്ത്യൻസ് എന്ന് എടുക്കാം. സർക്കിൾ റെപ്രസെന്റ് ഇന്ത്യൻസ്. ഓക്കെ, എടുത്തു കഴിഞ്ഞു. അടുത്തെന്താ? പ്രൊഫസേഴ്സ്. പ്രൊഫസേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷേപ്പ് ഏതാ? സ്ക്വയർ റെപ്രസെന്റ് പ്രൊഫസേഴ്സ്. സ്ക്വയർ ഷേപ്പിനെ എടുത്തു. സ്ക്വയർ റെപ്രസെന്റ്സ് പ്രൊഫസേഴ്സ്. ഓക്കെ, അടുത്ത ഏതാ? ഫാദേഴ്സിനെ എടുക്കണം. ഫാദേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതോ? റെക്ടാങ്കിൾ റെപ്രസെന്റ്സ് ഫാദേഴ്സ്. അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പ് ഫാദേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എടുത്തു കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ആൻസർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ലെറ്റേഴ്സ് റെപ്രസെന്റ്സ് ഇന്ത്യൻസ്. ഇന്ത്യൻസ് ആയിരിക്കണം. ഹു ആർ എയ്തർ പ്രൊഫസേഴ്സ് ഓർ ഫാദേഴ്സ് ആയിരിക്കണം. ഒന്നുകിൽ പ്രൊഫസർ ആയിരിക്കണം, അല്ലെങ്കിൽ ഫാദർ ആയിരിക്കണം. നോക്കിയേ, ഇന്ത്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാ? സർക്കിളാണ്. അപ്പൊ ഈ സർക്കിൾ ഷേപ്പിനുള്ളിൽ വരുന്നത് ഒന്നുകിൽ അവർ പ്രൊഫസേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഫാദേഴ്സ് ആയിരിക്കണം. നോക്കിയേ, ഫാദേഴ്സ് ആകണമെങ്കിൽ ഏത് വരുവാടാ? ഏത് ഫാദേഴ്സ് ആകണമെങ്കിൽ ഏത് വരും? സിയും എഫ്. സർക്കിൾ ഷേപ്പ് മാത്രം കൺസിഡർ ചെയ്താൽ പോരെ? മതി. സർക്കിൾ ഷേപ്പ് ഇന്ത്യൻസ് ആണ്, അവർ ഒന്നുകിൽ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് എന്നല്ലേ? അപ്പൊ സർക്കിൾ ഷേപ്പ് മാത്രം കൺസിഡർ ചെയ്തു. അതിൻ്റെ അകത്ത് വരുന്ന സിയും ഇയും എടുത്തു. ഇവർ രണ്ടുപേരും എന്താകാം? പ്രൊഫസേഴ്സ് ആകാം. ഇനി ഫാദർ എടുക്കുവാണെങ്കിലോ സെയിം സർക്കിൾ ഷേപ്പിൽ വരുന്ന എന്തിനെ എടുക്കണം? സർക്കിൾ ഷേപ്പിൽ വരുന്ന ഫാദറിനോട് ഇന്റർസെക്റ്റ് ആയി വരുന്നത്. ഫാദർ എന്ന് പറയുന്ന റെക്ടാങ്കിൾ ഷേപ്പിനോട് ഇന്റർസെക്റ്റ് ആയി വരുന്നത്. അവിടെ ഏതൊക്കെ വരും? ഇയും എഫിനെയും എടുക്കാം അല്ലേ? ഇയും എഫും എടുക്കാം. അപ്പൊ ഇവരെ കമ്പൈൻ ചെയ്ത് ഞാനൊരു ആൻസറിൽ എത്തണമെങ്കിൽ ഏത് ആൻസർ ആയിരിക്കും? അത് ഏത് ആൻസർ ആയിരിക്കും? എയ്തർ ഫാദർ ഓർ പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് ആൻസറാ? CEF. ഓപ്ഷൻ നോക്കിയേ, വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. CEF ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാരണം ഇവർ ഇന്ത്യൻസ് ആണ്. സിയും ഇയും എടുക്കുവാണെങ്കിൽ അവർ പ്രൊഫസേഴ്സ് ആണ്. ഇയും എഫും എടുക്കുവാണെങ്കിൽ അവർ ഫാദേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് LP UP ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ടാകാൻ പോകുന്നുണ്ട്. പുതിയ ബാച്ച് തുടങ്ങാൻ പോകുന്നത് April 2 അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് നമ്പർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്കൊരു 90 days ക്രാഷ് ബാച്ച് ടു ക്രാക്ക് PSC എക്സാംസ്. PSC എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. പിന്നെ അതെന്നാ ഏതാ? ഡിഗ്രി ബാച്ചാണ്. ഡിഗ്രി ലെവൽ ബാച്ചാണ്. then അതിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് March 10 അപ്പോൾ ജനറൽ ബാച്ച് ആണെങ്കിൽ എന്നാ March 18 അപ്പോൾ താല്പര്യമുള്ളവർ ഫോം കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാം. ഓർ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, അടുത്ത നോക്കിയേ, ഇൻ ദ ഫോളോയിങ് ഫിഗർ സ്ക്വയർ റെപ്രസെൻറ്റ്സ് ഏഷ്യൻസ്, ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് റൈറ്റേഴ്സ്, സർക്കിൾ റെപ്രസെൻറ്റ്സ് fathers and rectangle represents actors. Which set of letters represents actors who are writers? എങ്ങനെ കൊടുക്കൂടാ? നോക്കിയേ, സ്ക്വയർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏഷ്യൻസിനെയാണ്, ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് റൈറ്റേഴ്സിനെയാണ്, സർക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫാദേഴ്സിനെയാണ്, ആൻഡ് റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ടേഴ്സിനെയാണ്. വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെന്റ്സ് ആക്ടേഴ്സ് ഹൂ ആർ റൈറ്റേഴ്സ്? അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പാർട്ട് അല്ലേ?
ആക്ടേഴ്സ് ആയിരിക്കണം. ഹു ആർ എന്തായിരിക്കണം? റൈറ്റേഴ്സും ആയിരിക്കണം. ആക്ടേഴ്സ് ആയിരിക്കണം, അവരെന്തും കൂടെ ആയിരിക്കണം? റൈറ്റേഴ്സും ആയിരിക്കണം അല്ലേ? നോക്കിയേ, അപ്പോൾ നമുക്ക് ഏത് മാത്രം എടുത്താൽ മതി? ആക്ടറിനെയും റൈറ്ററിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഷേപ്സ് ഏതാണോ അത് മാത്രം എടുത്താൽ മതി. ഇവിടെ ആക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷേപ്പ് ഏതാടാ? ആക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ. അപ്പോൾ ആക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെക്ടാങ്കിൾ ഷേപ്പ് എടുക്കുക. ദെൻ റൈറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ഷേപ്പാ? റൈറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ. ട്രയാങ്കിളും കൂടെ എടുക്കുക. അപ്പോൾ റെക്ടാങ്കിളും ട്രയാങ്കിളും എടുക്കുക. റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. റെക്ടാങ്കിൾ ഏതാ? ആക്ടറാണ്. ട്രയാങ്കിൾ ഏതാ? റൈറ്റേഴ്സ് ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആക്ടേഴ്സ് ആയിരിക്കണം, ഹു ആർ റൈറ്റേഴ്സ് ആൾസോ അല്ലേ? ആക്ടേഴ്സ് ആയിരിക്കണം, അവർ റൈറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, ആക്ടേഴ്സും റൈറ്റേഴ്സും വരുന്നത് എവിടെയാ? ആക്ടേഴ്സും റൈറ്റേഴ്സും വരുന്നത് എവിടെയാ? റെക്ടാങ്കുലർ ഷേപ്പും ട്രയാങ്കുലർ ഷേപ്പും. അവർ രണ്ടുപേരും കൂടെ ഇന്റർസെക്റ്റ് ആയി വരുന്ന പാർട്ട് ഏതാ? ഇത്രയും പാർട്ടാണല്ലേ അവർ ഇന്റർസെക്റ്റ് ആയി വരുന്നത്. കറക്റ്റ് അല്ലേ? ഇത്രയും പാർട്ടിലാണ് അവർ ഇന്റർസെക്റ്റ് ആയി വരുന്നത്. അപ്പൊ അതിനുള്ളിലുള്ള രണ്ട് നമ്പേഴ്സ് ഏതാ? ഡിയും ലെറ്റേഴ്സ് ഏതാ? ഡിയും ജിയും. അപ്പൊ ജി ഡി അല്ലേ? ജി ഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആവശ്യമായ കാര്യം എന്താണോ അത് മാത്രം എടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കാം, പിന്നെ ആവശ്യമില്ലെങ്കിൽ എന്തിനാ ഇത്രയും ഷേപ്സ്? മേ ബി വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും ഒരിടത്ത്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഇത്രയും വലിയതായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആവശ്യം അത് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സാമിന് പോകുമ്പം റെക്ടാങ്കിളും വേണമെങ്കിൽ താഴെ എടുത്ത് എഴുതി വയ്ക്കാം. ആക്ടർ റൈറ്റേഴ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ട. ആക്ടറെങ്കിൽ റെക്ടാങ്കിളും ട്രയാങ്കിളും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ റെക്ടാങ്കിളും ട്രയാങ്കിളും ഇന്റർസെക്റ്റ് ആയി വരുന്ന സ്പേസ് ഏതാണോ ആ സ്ഥലത്ത് വരുന്ന ആൽഫബറ്റ്സ് ഓർ നമ്പേഴ്സ് എന്താണോ അതാണ് എൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, ഞാനൊരു ക്വസ്റ്റ്യൻ വെറുതെ ചോദിക്കുക. ഫാദർ ആൻഡ് റൈറ്റർ ബട്ട് നോട്ട് ആക്ടർ. ഓക്കെ, എങ്ങനെ കൊടുക്കാൻ പറ്റും? ഫാദറും ആവണം റൈറ്ററും ആവണം, പക്ഷെ ആക്ടർ ആവാൻ പാടില്ല. ആക്ടർ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെന്നാ പറഞ്ഞാൽ നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പാണ്. റൈറ്റർ ആണെങ്കിലോ ട്രയാങ്കിൾ. ഇനി ഫാദറിനെ റെപ്രസെന്റ് ചെയ്യുന്നതും കൂടെ എടുത്താൽ പോരെ? ഫാദറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ഷേപ്പാ? സർക്കിൾ ഷേപ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സർക്കിൾ ഷേപ്പ് എനിക്ക് ഫാദർ ആണ്. റൈറ്റർ വരുന്നത് എനിക്ക് ട്രയാങ്കിൾ ആണ്. പക്ഷെ ആരാവാൻ പാടില്ല? ആക്ടർ ആവാൻ പാടില്ല. അപ്പൊ റെക്ടാങ്കിൾ ആണ് എനിക്ക് ആക്ടർ അല്ലേ? അപ്പൊ നോക്കിയേ, എന്ത് കൊടുക്കും? ഫാദർ ആണെങ്കിൽ സർക്കിൾ ഷേപ്പിനുള്ളിൽ വരണം. പക്ഷെ റൈറ്ററും കൂടെ ആവുന്നതുകൊണ്ട് അവിടെ ട്രയാങ്കിൾ ഷേപ്പും കൂടെ ഇന്റർസെക്റ്റ് ആയി വരണം. പക്ഷെ എന്താവാൻ പാടില്ല? ആക്ടർ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ട് എനിക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ബാക്കിയിരിക്കുന്ന എന്താ? എച്ച് ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ അല്ല, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒഴിവാക്കി എടുക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ. Who play a particular sports? How many students play hockey as well as football? Okay, hockey as well as football. Hockey as well as football. ഹോക്കിയും കളിക്കണം, അതുപോലെ തന്നെ ഫുട്ബോളും കളിക്കണം അല്ലേ? ഹോക്കി as well as football. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കിയേ എങ്ങനെ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഹോക്കി ആണെങ്കിൽ ഈ സർക്കിൾ അല്ലെ? ഇവിടെ എല്ലാം സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ കുറച്ച് ടഫ് ആണോ? അല്ല. നമുക്ക് ഡയഗ്രാമിൽ തന്നെ ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഹോക്കിയെ കളിക്കണം, അതുപോലെ തന്നെ ആ പയ്യന്മാർ തന്നെ ഓർ ആ പ്ലേയേഴ്സ് തന്നെ എന്ത് ചെയ്യണം? ഫുട്ബോളും കളിക്കണം. അപ്പോൾ ഹോക്കി നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിള് ഇത്രയാണ്. ഫുട്ബോൾ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിള് ഇത്രയാണ്. ഇനി രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന പാർട്ടല്ലേ? നോട്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഒന്നും ഒഴിവാക്കണ്ട. നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഒഴിവാക്കേണ്ട കേസ് എടുക്കാനുള്ളൂ അല്ലേ? അപ്പൊ ഇത്രയും പാർട്ട് മാത്രം. ഇതില് എന്ത് ചെയ്യണം? ഹോക്കിയും ഫുട്ബോളും കൂടെ ഒരുമിച്ച് വരുന്ന പാർട്ട് ഇത്രയല്ലേ ഉള്ളൂ. അവിടെ വരുന്ന നമ്പേഴ്സ് എത്രയാ? 7 + 8. എത്ര കിട്ടൂടാ? 15. അപ്പൊ എൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ 3 15. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കോമൺലി വരുന്ന രണ്ട് പാർട്ട് മാത്രം എടുത്തു അല്ലേ? ഹോക്കിയും ഫുട്ബോളും കളിക്കുന്ന ആൾക്കാർ.
അവിടെ എന്തുകൊണ്ട് ആ 7 ഇൻ കേസ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്ക് ഹൗ പ്ലേ ഹോക്കി ആസ് വെൽ as ഫുട്ബോൾ ബട്ട് നോട്ട് ക്രിക്കറ്റ് എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ 7നെ ഒഴിവാക്കണം. ബട്ട് നോട്ട് എന്നൊരു വേർഡ് വന്നാൽ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം അല്ലേ? ആ പറയുന്ന ആളിനെ നോട്ടിന് ശേഷം വരുന്ന വേർഡിനെ എന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് ആണ് പറയുന്നതെങ്കിൽ ക്രിക്കറ്റിനെ നമ്മൾ ഒഴിവാക്കണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും പാർട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ 8 മാത്രമാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടും കളിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും എന്തെടുക്കും? 7ഉം 8ഉം എടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The Venn diagram below, what is the sum of the numbers that represents all those athletes who are not disciplined? Athletes who are not disciplines അല്ലേ? അപ്പോൾ athletesനെ എടുക്കണം, who are not disciplines എന്നും എടുക്കണം. athletesനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാ? സർക്കിളാണ് അല്ലേ? athletes ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസിപ്ലിൻഡ് ആയ പീപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാ? റെക്ടാങ്കിൾ അല്ലേ? സ്ക്വയർ. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെന്നാ കൊടുത്തിട്ടുള്ളത്? റെക്ടാങ്കിൾ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയ പീപ്പിൾ എന്ന് പറയുന്നത് ഈ ഷേപ്പ് അല്ലേ? റെക്ടാങ്കിൾ. ഓക്കെ, സോറി, ഇത് ഡിസിപ്ലിൻഡ്. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ? അപ്പോൾ ഡിസിപ്ലിൻഡ് ആയ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ആണ്. അവിടെ അത്ലറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിളാണ്. ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോ. athletes who are not disciplined. നോട്ട് വന്നാൽ എന്ത് ചെയ്യണോടാ? നോട്ടിന് ശേഷം വരുന്ന വേർഡിങ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതിനെ ഒഴിവാക്കണം അല്ലേ? അപ്പം athletes ആയിരിക്കണം. athletes ആണെങ്കിൽ അവിടെ സർക്കിളാണ്. who are not disciplined. അപ്പോൾ ഡിസിപ്ലിനെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഷേപ്പ് അല്ലേ? ഈ ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടാങ്കിൾ ഷേപ്പിനെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കണം. റെക്ടാങ്കിൾ ഷേപ്പ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന മൊത്തം പാർട്ട് നമുക്ക് ഒഴിവാക്കണം. ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. 7 ഉള്ളൂ. athletes who are not disciplined. താഴെ അല്ലേ? മുകളിൽ 7 ഉണ്ട്. റെക്ടാങ്കിൾ വരുന്ന ഷേപ്സ് നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കി കളഞ്ഞു. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 5ഉം 4ഉം ഇല്ലേ? അത് ശ്രദ്ധിച്ചില്ല. 5ഉം 4ഉം ഇല്ലേ? ഉണ്ട്. അപ്പോൾ 7 + 5 + 4 എത്ര വരുന്നടാ? 7ഉം 5ഉം 4ഉം 9, 9ഉം 7ഉം 16. ഓപ്ഷൻ 2 16 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ? ഏതൊക്കെ പാർട്ട് എടുത്തു? ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് athletes, ക്വസ്റ്റ്യൻ എന്താ? athletes who are not disciplined. നോട്ട് എന്ന് വരുന്ന പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പോൾ നോട്ട് എന്ന് വരുന്ന പാർട്ടിൽ വരുന്ന സ്പേസ് ഇതെല്ലാ പാർട്ടും നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമല്ലേ നമുക്ക് എടുക്കേണ്ടേ? അപ്പോൾ ഈ റെക്ടാങ്കിൾ ഷേപ്പ് സർക്കിളിൽ ഇന്റർസെക്റ്റ് ആവാത്തത്, സർക്കിളിൽ ഓവർലാപ്പ് ആയി വരാത്ത സ്ഥാനങ്ങൾ ഏതൊക്കെയുണ്ട്? ഈ പാർട്ട് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ പാർട്ടില്ലേ? ഇത്രയും പാർട്ട് ഉണ്ട്. ഇതിനുള്ളിലൊക്കെ വരുന്ന നമ്പർ ഏതാ? ഇത് ഇത്രയും, അതുപോലെ തന്നെ ഇത് ഇത്രയും. ഇതിനുള്ളിൽ വരുന്ന നമ്പേഴ്സ് ഏതാ? 7ഉം 5ഉം 4ഉമാണ്. അപ്പോൾ എത്രയാടാ? 16. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 2 16 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ. Venn diagram represents the students who can speak different languages. According to it, the total number of students who can speak exactly 2 languages. Total number of people who speak exactly 2 languages. 2 languages സംസാരിക്കാൻ പറ്റുന്ന പീപ്പിൾസ് അല്ലേ? exactly 2 languages. നോക്കിയേ, 3 ലാംഗ്വേജിന്റെ വെൻ ഡയഗ്രാം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതിൽ എക്സാക്ട്ലി 2 ലാംഗ്വേജസ് ആണ് പറയേണ്ടത്. നമ്മൾ 10th വെൻ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എക്സാക്ട്ലി 2, only 1, only 2 അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ച് കുറേ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എന്ത് ചെയ്താൽ മതി? എക്സാക്ട്ലി 2, 2 ലാംഗ്വേജസ് മാത്രമേ അവർ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ 3ഉം കൂടെ സംസാരിക്കുന്ന ആൾക്കാരെ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവർക്ക് 3 ലാംഗ്വേജ് അറിയാം. എക്സാക്ട്ലി അവർക്ക് എത്ര ലാംഗ്വേജ് അറിയാൻ പാടുള്ളൂ? 2 ലാംഗ്വേജ് അറിയാൻ പാടുള്ളൂ. ഈ വെൻ ഡയഗ്രാമിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഐ റെപ്രസെന്റ് ചെയ്യുന്ന എന്താടാ? ഈ ഐ എന്ന് പറയുന്നത് ഇത്രയും പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ? ഐ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ഇംഗ്ലീഷ് മാത്രം. വൺലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ലേ? ആണ്. ജെ ആണെങ്കിലോ വൺലി ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ. കെ ആണെങ്കിലോ വൺലി തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പം എക്സാക്ട്ലി 2 ഇംഗ്ലീഷും തമിഴും ആയിരിക്കണം, അല്ലെങ്കിൽ തമിഴും ഹിന്ദി ആയിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും ആയിരിക്കണം. അപ്പം എക്സാക്ട്ലി 2 കൊടുക്കുമ്പോഴോ ഇവർ രണ്ടുപേരും എന്താ? 2 ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ്. എല്ലാം എന്താ? ഇംഗ്ലീഷിനും ഹിന്ദിക്കും കോമൺ ആയ സ്ഥലത്ത് വരുന്നു. അപ്പോൾ കോമൺലി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന ആൾ. ഓ ആണെങ്കിലോ തമിഴിനും ഹിന്ദിക്കും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തമിഴും ഹിന്ദിയും സംസാരിക്കുന്ന ആൾ. ഇവിടെ എന്നെ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എക്സാക്ട്ലി 2 ലാംഗ്വേജസ് ആണ്. അതവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് അല്ലേ? മിനിമം 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്നെ എടുക്കാമായിരുന്നു. കാരണം കുറഞ്ഞത് 2 ലാംഗ്വേജ് എങ്കിലും പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലും എമ്മും ഓയും എന്നും കൂടെ എടുത്തേനെ.
മാക്സിമം എക്സാക്ട്ലി 2 ലാംഗ്വേജസ്. അപ്പൊ എന്താ, 2 ലാംഗ്വേജേ പറയാൻ പാടുള്ളൂ. എക്സാക്ട്ലി 2 ലാംഗ്വേജേ അവർക്ക് അറിയാൻ പാടുള്ളൂ. മൂന്നാമതൊരു ലാംഗ്വേജ് അവർക്ക് അറിയരുത് എന്നാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ. അപ്പം എക്സാക്ട്ലി 2 ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി, L+M+O എന്ന് എടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ, ഓപ്ഷൻ 1 L+M+O. ഈ ഓപ്ഷൻ വരുമോ? അതിനായിരുന്നു ഞാൻ ഇത്ര എക്സ്പ്ലനേഷൻ പോയത്. എന്താ, മിനിമം 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ, മിനിമം 2 ലാംഗ്വേജസ് എങ്കിലും അറിയണം ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നും കൂടെ എടുക്കാം. കാരണം അയാൾക്ക് 3 ലാംഗ്വേജസ് അറിയാം, മിനിമം 2 ലാംഗ്വേജ് അല്ലേ ഉള്ളൂ. 2 ലാംഗ്വേജ് കുറഞ്ഞത് അറിഞ്ഞിരിക്കണമെന്നല്ലേ ഉള്ളൂ. അയാൾക്ക് അറിയാലോ കുറഞ്ഞത് 2 ലാംഗ്വേജ്, അപ്പൊ എന്നും കൂടെ എടുക്കാം. പക്ഷെ എക്സാക്ട്ലി എന്ന് പറയുന്ന വേർഡ് അവിടെ വന്നാൽ അതെന്താ മീൻ ചെയ്യുന്നത്, 2 ലാംഗ്വേജ് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ, നോക്കിയേ. അതുപോലെ തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ പ്ലേ ക്രിക്കറ്റ് as well as കബഡി ബട്ട് നോട്ട് ഫുട്ബോൾ. നോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം. നോട്ടിനടുത്ത് വരുന്ന ആളിനെ ഒഴിവാക്കണം. ബട്ട് നോട്ട് ഫുട്ബോൾ. ഓക്കെ, എന്തായിരിക്കണം, ഹൂ പ്ലേ ക്രിക്കറ്റ് as well as കബഡി. ക്രിക്കറ്റ് കളിക്കണം, അതുപോലെ തന്നെ കബഡിയും കളിക്കണം. ക്രിക്കറ്റ് ആണെങ്കിൽ ഇത്, കബഡി ആണെങ്കിൽ ഇത്. ബട്ട് നോട്ട് ഫുട്ബോൾ അല്ലേ. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്ന ഷേപ്പ് എന്ത് ചെയ്താൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഒഴിവാക്കാം. ഫുട്ബോൾ നമുക്ക് വേണ്ട, ഇവിടെ ഫുട്ബോൾ ഇല്ല എന്നങ്ങ് വിചാരിച്ചാൽ. ഇനി കബഡിയും ക്രിക്കറ്റും കളിക്കണം അല്ലേ. കബഡിയും ക്രിക്കറ്റും കളിക്കണമെങ്കിൽ രണ്ടിനും കോമൺലി വരുന്ന ഒരു സ്പേസ് അല്ലേ. കോമൺലി വരുന്ന ഇത്രയും ഭാഗം ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഫുട്ബോളിനെ ഒഴിവാക്കി കളഞ്ഞില്ല. അപ്പൊ ഇനി ആര് മാത്രമേ ഉള്ളൂ, ടി മാത്രമേ ഉള്ളൂ. വല്ല സംശയമുണ്ടോ? ഇല്ല. ഓപ്ഷൻ 1 ടി ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ മാത്രം, ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ എക്സാക്ട്ലി 2 മാത്രം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കുക. കാരണം അവിടെ പറഞ്ഞില്ലേ, ആ L+M+N+O+N കൂടെ വരാനുള്ള സംശയം നിങ്ങൾക്ക് വരും. അതെന്തുകൊണ്ട് വരില്ല, ഏത് കണ്ടീഷനിൽ വരും എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒരിക്കൽ കൂടെ അതിനെ എടുത്ത് നോക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെൻ ഡയഗ്രം. അത് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. ബാക്കി ടൈപ്പിൽ നമുക്ക് അങ്ങനെ വലുതായിട്ട് കൺഫ്യൂഷൻസ് വരാറില്ല. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ളതിൽ ഇവിടെ കോമൺലി 3 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ N എടുക്കണം. എക്സാക്ട്ലി 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജ് മാത്രം അറിയാന്നുള്ള ആൾക്കാരെ എടുക്കണം. മിനിമം 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ N-ഉം M-ഉം O-യും N-ഉം കൂടെ എടുക്കാം. only 1 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാലോ, എന്തൊക്കെ എടുക്കണോടാ? I എടുക്കാം, K എടുക്കാം, J എടുക്കാം. എടുത്തൂടെ? എടുക്കാം. ഈ 3 വാല്യൂസും എടുക്കാം. ഇനി വേറെ എന്ത് പറഞ്ഞാൽ, വേറെ മിനിമം 1 ലാംഗ്വേജ് എന്ന് പറഞ്ഞാലോ, only 1 എടുത്തു. മിനിമം 1 ലാംഗ്വേജ് എന്ന് പറഞ്ഞാലോ, ആ വേർഡിനെ നമ്മൾ തിരിച്ച് പറഞ്ഞു നോക്കാം അല്ലേ. മിനിമം 1 ലാംഗ്വേജ്. അപ്പൊ അവിടെ എന്താ മീൻ ചെയ്യുന്നത്, കുറഞ്ഞത് 1 ലാംഗ്വേജ് അല്ലേ. അപ്പൊ മിനിമം 1 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ എടുക്കണം, M എടുക്കുക, N എടുക്കുക, I എടുക്കുക, J എടുക്കുക, L എടുക്കാം, K എടുക്കാം, O എടുക്കാം, എല്ലാം എടുക്കാം അല്ലേ. എല്ലാ ലെറ്റേഴ്സും ആയോ? M, K, N, L, J, I, O എല്ലാം എടുത്തു. ഓക്കെ, എല്ലാം എടുക്കാം അല്ലേ. മിനിമം 1 ലാംഗ്വേജ് എങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാം എടുക്കാം. ഇനി മാക്സിമം 3 ലാംഗ്വേജ് ആരെ എടുക്കും? മാക്സിമം 3 ലാംഗ്വേജ് ആണെങ്കിൽ ആരെ എടുക്കും? 3 ലാംഗ്വേജ് മാക്സിമം അറിഞ്ഞിരിക്കണം അല്ലേ. മാക്സിമം 3 ലാംഗ്വേജ്. അപ്പോൾ അവിടെ ആരെടുക്കും? N-നെ എടുക്കാം. വേറെ ആരെങ്കിലും എടുക്കാൻ പറ്റുമോ? 3 ലാംഗ്വേജ് അറിഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ നമുക്ക് ഓക്കെ ആണോ? വെൻ ഡയഗ്രം ഓക്കെ ആണോ? അപ്പോൾ ഈ എക്സാക്ട്ലി 2ഉം ഈ കേസസും മാത്രമേ ഒരു ചെറിയ പ്രശ്നമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മളുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക് ഇത്ര തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെൻ ഡയഗ്രാം ടോപ്പിക്ക്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഇനി സംശയംസ് ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കണം എന്നുള്ളവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.